Hello everyone. നമ്മൾ മൊഡ്യൂൾ 2 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ സെക്ഷൻ 1.6ഓടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ തീർന്നുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ ചാപ്റ്റർ 2 റേറ്റ് ഓഫ് ചേഞ്ച് ആൻഡ് ദ ചെയിൻ റൂൾ, ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. ചാപ്റ്റർ 2-ൽ സെക്ഷൻസ് 2.1 തൊട്ട് 2.5 വരെയാണ് മൊഡ്യൂൾ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 2.1 ആണ്, വിച്ച് ഇസ് റേറ്റ്സ് ഓഫ് ചേഞ്ച് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് 3 ഡെഫിനീഷൻസ് പഠിക്കാനുണ്ട്. ഒന്ന് ലീനിയർ ഓർ പ്രൊപ്പോർഷണൽ ചേഞ്ച്, പിന്നൊന്ന് റേറ്റ്സ് ഓഫ് ചേഞ്ച് ആൻഡ് ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണെന്നും കൂടി ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പം ഫസ്റ്റ് ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. ലീനിയർ ഓർ പ്രൊപ്പോർഷണൽ ചേഞ്ച്. ലീനിയർ ഓർ പ്രൊപ്പോർഷണൽ ചേഞ്ചിൻ്റെ ഡെഫിനിഷൻ വായിച്ച് നോക്കാവേ. ദ വേരിയബിൾ y changes proportionally with x when y is related to x by a linear function y is equal to mx plus b, where delta y by delta x is equal to m. The number m is the rate of change of y with respect to x. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു വേരിയബിൾ y ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് എക്സ് എന്ന് പറയുമ്പം വൈയും എക്സും തമ്മിൽ എപ്പോഴും ഒരു ലീനിയർ ഫംഗ്ഷൻ റിലേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ലീനിയർ ഓർ പ്രൊപ്പോർഷണൽ ചേഞ്ചിൽ പറയുന്നത്. വേറൊന്നുമില്ല. ഇപ്പോൾ ഈ വൈ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ചേഞ്ച് ഇൻ വൈ ഇസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ എക്സ് എന്നുള്ള മീനിങ് അല്ലേ വരുന്നത്. അതായത് ചേഞ്ച് ഇൻ വൈ, സ്മോൾ ചേഞ്ച് ഇൻ വൈനെ നമ്മൾ എന്താണെന്നാണ് ഡിനോട്ട് ചെയ്തിരുന്നത്? ഡെൽറ്റ വൈ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്മോൾ ചേഞ്ച് ഇൻ എക്സിനെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത് വൈ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് എക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വൈ ഇസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ എക്സ് എന്നുള്ള പോലെ വായിച്ചൂടെ? അതായത് ചേഞ്ച് ഇൻ വൈ ഇസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ എക്സ്, ഡെൽറ്റ വൈ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമ്മളൊരു പ്രൊപ്പോർഷണൽ കോൺസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു സം എം ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. അതായത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എം എന്ന് എഴുതാം. ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ സെക്ഷനിൽ. അതൊരു കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഡെറിവേറ്റീവിലേക്ക് മാറുക? ഇത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് ഞാൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അത്രയും ചെറുതായിരിക്കണം അല്ലേ. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആകുമ്പോഴാണ് ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ഡെറിവേറ്റീവായി മാറിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് നോക്കിയേ, ഈ എം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൽ എം ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നുള്ള ഫോമാണോ? അല്ല. എം ബൈ ഡെൽറ്റ എക്സ് എന്നുള്ള ഫോമാണോ? അതുമല്ല. എം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ടേമിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 അല്ലേ വരിക. ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞൊരു ടേമേ ഇല്ല. അപ്പോൾ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറയുമ്പോഴും ഇത് എന്ത് തന്നെയായിരിക്കും? ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും അല്ലേ. അപ്പോൾ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആവുമ്പം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആവും. എം എന്ന് പറയുന്നത് ഡെൽറ്റ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ഡെൽറ്റ എക്സ് 0ലേക്ക് പോകുമ്പം എം തന്നെയായിരിക്കും. ഇപ്പോൾ ഇത് 1 ആണെന്നുണ്ടെങ്കിൽ 1 ചേഞ്ച് ഒന്നും വരില്ലല്ലോ. ഡെൽറ്റ എക്സ് എന്ത് തന്നെ ആയാലും 1 ചേഞ്ച്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ചേഞ്ച് ഒന്നും വരില്ല. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ദ നമ്പർ എം ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് എം ആണ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതെന്നാട്ടോ തുടങ്ങിയത്. വേരിയബിൾ വൈ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് എക്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഡെൽറ്റ വൈ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എക്സ് എന്നുള്ള മീനിങ് ആണ്. സോ അതിനകത്ത് നിന്ന് നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എം എന്ന് കിട്ടി. അതിവിടെ തന്നിട്ടുണ്ട്. ആൻഡ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സും എം ആണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റും. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് തന്നെയായിരിക്കും ഡി വൈ ബൈ ഡി എക്സും വരിക അല്ലേ. ഇനി ഡി വൈ ബൈ ഡി എക്സിനെ നിങ്ങൾ എന്താണെന്നാണ് പഠിച്ചിട്ടുള്ളത്? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ എന്ന് പഠിച്ചിട്ടില്ലേ. അപ്പം വൈ എന്ന് ഡി വൈ ബൈ ഡി എക്സ് എം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈനെ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? വൈ ഇസ് ഈക്വൽ ടു സം എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോം ആയിരിക്കും അല്ലേ. ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എം ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം വൈ ഇസ് ഈക്വൽ ടു സം എം എക്സ് പ്ലസ് ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് വരും. ഇങ്ങനെയായിരുന്നു നിങ്ങൾ സ്ലോപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ജനറൽ ആയിട്ടൊരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെ ഇവിടെ പറയുന്നത് ചേഞ്ച് ഇൻ വൈ പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ എക്സ് ആണെന്നുണ്ടെങ്കിൽ വൈ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് വൈയും എക്സും തമ്മിൽ ഇങ്ങനെ ഒരു ലീനിയർ റിലേഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് എഴുതാം. വേറെ എം എന്ന് പറയുന്നത് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് ഡി വൈ ബൈ ഡി എക്സ് ആണ് എം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ലീനിയർ ഓർ പ്രൊപ്പോർഷണൽ ചേഞ്ച് ആണ് എവിടെയെങ്കിലും, അതായത് ചേഞ്ച് ഇൻ വൈയും ചേഞ്ച് ഇൻ എക്സും തമ്മിൽ ലീനിയർ ആണ് പ്രൊപ്പോർഷണൽ ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ അർത്ഥം y എന്ന് പറയുന്നത് ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലീനിയർ ചേഞ്ച് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ചേഞ്ച് എന്ന് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് വരിക y എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഓഫ് ദ ഫോം mx plus c, വേർ m എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടേം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് അടുത്ത ഡെഫിനിഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് എന്തിനാണ്? ഡെറിവേറ്റീവിനെയാണ് അല്ലേ. അപ്പം ഇഫ് ടു ക്വാണ്ടിറ്റീസ് എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ് ബൈ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താ ശരിക്കും? ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് അല്ലേ. അത് തന്നെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx ആണ് അല്ലേ. അപ്പോൾ ഈ dy/dx തന്നെയാണ് എന്ത്? എഫ് ഡാഷ് ഓഫ് എക്സ് വരിക. അറ്റ് എക്സ് നോട്ട് എന്ന് പറയുമ്പം എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ ഒന്നുമില്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെറിവേറ്റീവ് ആണെന്നേ ഉള്ളൂ. അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൽ അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. ഇനി അത് മെഷർ ചെയ്യുന്ന യൂണിറ്റ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ സപ്പോസ് dy/dx ഉണ്ട്, നമുക്ക് സം എ എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ട് ആൻസർ കിട്ടി. ഈ y എന്ന് പറയുന്നത് മെഷർ ചെയ്തിരിക്കുന്നത് മീറ്റേഴ്സിലാണ്, എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ്സിലാണ് മെഷർ ചെയ്തിരിക്കുന്നതെന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ എനെ നമ്മൾ യൂണിറ്റ് എങ്ങനെയാണ് എഴുതുക? എ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതും അല്ലേ. അതെന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം dy/dx അറ്റ് എക്സ് നോട്ട് ആണ് കണ്ടിട്ടുള്ളത്. ആ വാല്യൂവിൻ്റെ യൂണിറ്റ് നമ്മൾ എഴുതുക യൂണിറ്റ് ഓഫ് y ഡിവൈഡ് ബൈ യൂണിറ്റ് ഓഫ് എക്സ് ആണ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ പറയാനുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ കാര്യമായിരുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് ഒന്നുമില്ല, നമ്മൾ എഫ് ഡാഷ് ഓഫ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? y ഡാഷ് അല്ലെങ്കിൽ dy/dx ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവായിട്ട് പഠിച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടുക. ഇത് y ഡബിൾ ഡാഷ് എന്ന് എഴുതും, അല്ലെങ്കിൽ d²y/dx² എന്ന് എഴുതും ലെബ്നിസ് നൊട്ടേഷനിൽ, അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. ഇതിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതെന്താ വരിക? എഫ് ഡാഷ് എന്ന് പറയുന്നത് വെലോസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എന്തായിരിക്കും? ആക്സലറേഷൻ ഫംഗ്ഷൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ കാര്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, suppose that y changes proportionally with x and the rate of change is 3. Rate of change നമുക്ക് തന്നിട്ടുണ്ട് 3 ആണെന്നുള്ളത്. y changes proportionally with respect to x എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് dy/dx അല്ലെങ്കിൽ m3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് y is equal to 2 when x is equal to 0, find the equation relating y to x. അപ്പോൾ നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷനും തന്നിട്ടുണ്ട്. y is equal to 2 when x is equal to 0. find the equation relating y to x എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് വൈയും എക്സും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് പഠിച്ച ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലീനിയർ ഓർ പ്രൊപ്പോർഷണൽ ചേഞ്ച് ആയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ചേഞ്ച് ഓഫ് വൈ പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഓഫ് എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ വൈ എപ്പോഴും എന്തായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും ഓഫ് ദ ഫോം y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ആയിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് ചേഞ്ച് തന്നിട്ടുണ്ട്, അതായത് m ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എങ്ങനെ എഴുതാം? y ഈസ് ഈക്വൽ ടു 3x പ്ലസ് c എന്ന് പറയാം. m ഈസ് ഈക്വൽ ടു 3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുണ്ട്. ഇനി തന്നിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ സിയുടെ വാല്യൂ കാണാം അല്ലേ. അപ്പോൾ y ഈസ് ഈക്വൽ ടു 2 വെൻ x ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ x 0 ആകുമ്പോൾ y 2 എന്നല്ലേ മീനിങ് വരുന്നത്. അപ്പോൾ എക്സിന് 0യും yക്ക് 2ഉം കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക? 2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 0 പ്ലസ് c എന്ന് കിട്ടും. അതായത് 2 ഈസ് ഈക്വൽ ടു c എന്ന് കിട്ടും. 3 ഇൻറ്റു 0 0 അല്ലേ. അപ്പോൾ c 2 ആണെന്ന് കിട്ടി. അപ്പോൾ ആ വാല്യൂയും കൂടി ഇവിടെ കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? y ഈക്വൽ ടു 3x പ്ലസ് 2 എന്ന് കിട്ടും. അപ്പോൾ വൈനെയും എക്സിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവേ നല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് നല്ല ലെങ്തി ആയിരിക്കും. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ലെങ്ത് കണ്ടിട്ട് ആൻസർ ചെയ്യാതെ വിടുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എസ് ഡിനോട്ട് ദ സപ്ലൈ ഓഫ് ഹോഗ്സ് ഇൻ ചിക്കാഗോ മെഷേർഡ് ഇൻ തൗസൻഡ്സ്. അപ്പോൾ ഇത് മെഷർ ചെയ്തിരിക്കുന്നത് തൗസൻഡ്സിലാണ്. And let P denote the price of the pork in cents per pound. P എന്ന് പറയുന്നത് പ്രൈസ് ആണ് തന്നിട്ടുള്ളത്, എസ് എന്ന് പറയുന്നത് സപ്ലൈ ആയിരുന്നു. ഓക്കെ, ഇത് മെഷേർഡ് ഇൻ സെൻസ് പെർ പൗണ്ട്, അതായത് ഒരു പൗണ്ടിന് ഇത്രയും സെൻറ്റ് എന്നുള്ള മീനിങ്ങിൽ കേട്ടോ. സപ്പോസ് ദാറ്റ് ഫോർ എസ് ബിറ്റ്വീൻ 0 and 100, 0 less than or equal to s less than or equal to 100 എന്ന് തന്നിട്ടുണ്ട്. s between 0 and 100, p changes linearly with s. അതായത് സെൻറ്റൻസ് ഒന്നുകൂടി വായിക്കാം. സപ്പോസ് ദാറ്റ് ഫോർ എസ് ബിറ്റ്വീൻ 0 and 100 p changes linearly with s. p changes linearly with s എന്നുള്ള മീനിങ് എന്താ? ഡെൽറ്റ p is proportional to ഡെൽറ്റ എസ് എന്നല്ലേ. പി ചേഞ്ചസ് ലീനിയർലി വിത്ത് എസ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ലീനിയർ ഓർ പ്രൊപ്പോർഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ കുറച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഡെൽറ്റ പി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താ തന്നിട്ടുള്ളത് നോക്കാം. ഓൺ April 1 എസ് ഇസ് ഈക്വൽ ടു, സോ April 1 കാര്യം പറയുവാണ്. S is equal to 50 and P is equal to 163 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓൺ April 3 a rise in S of 10 leads to a decline in P to 161. A rise in S of 10, അപ്പോൾ S 10 ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, റിസൾട്ട്സ് ഇൻ a decline in P to 161. അപ്പോൾ P റെഡ്യൂസ് ചെയ്ത് 161 എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ റൈസ് ഇൻ എസ് ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഓൾറെഡി 50 ആയിരുന്നു, അതിലൊരു 10 കൂടി എന്നുള്ള മീനിങ് അല്ലേ വരുന്നത്. സോ April 3 എസ് നമ്മൾ നോക്കുമ്പോൾ അത് 60 ആയി, 50 ഓൾറെഡി ഉണ്ടായിരുന്നു. റൈസ് ഇൻ എസ് ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്നതിൽ നിന്ന് 10 കൂടി അല്ലേ, അപ്പോൾ 60 ആയി. ആൻഡ് പീൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത് ലീഡ്സ് ടു എ ഡിക്ലൈൻ ഇൻ പി ടു 161 ആണ്. അപ്പോൾ അതായത് പി ഓൾറെഡി ഉണ്ടായിരുന്നതിൽ നിന്ന് 161 മാറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പി ഈ കേസിൽ 161 തന്നെയാണ്, അല്ലാണ്ട് ഇതിനകത്ത് നിന്ന് 161 കുറയോ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. പി ചേഞ്ചസ് ടു 161 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 161 തന്നെയാണ് വാല്യൂ. അപ്പം ഓഫും 2 ഒക്കെ വരുമ്പം ശ്രദ്ധിച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. നമ്മൾ ശ്രദ്ധിക്കാതെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുന്നതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകും. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഹാപ്പൻസ് ഇഫ് എസ് ഫോൾസ് ടു 30? അപ്പം എസ് 30 ആയി മാറുമ്പം പി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് വെൻ എസ് ഫോൾസ് ടു 30? അപ്പോൾ എസ് ഓൾറെഡി 60 ആയിരുന്നു, അതിനകത്ത് നിന്ന് 30 ആയി കഴിഞ്ഞാൽ പി എന്തായി മാറും എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി വായിക്കാം. ലെറ്റ് എസ് ഡിനോട്ട് the supply of hogs in Chicago measured in thousands, and let P denote the price of pork in cents per pound. Suppose that for S between 0 and 100, P changes linearly with S. On April 1, S is equal to 50 and P is equal to 163. On April 3, a rise in S of 10 leads to a rise in P to 161. What happens if S falls to 30? അപ്പം S 30 ആകുമ്പോൾ P എന്താണെന്നുള്ളതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഡെൽറ്റ പി ഇസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എസ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ഇസ് ഈക്വൽ ടു എന്ത് പറയാം? സം എം ഇൻറ്റു എസ് പ്ലസ്, ഇവിടെ വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി അല്ല, പി ഇസ് ഈക്വൽ ടു എം എസ് പ്ലസ് സം സി എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് ബൈ ഡെഫിനിഷൻ കിട്ടും. ഇനി നമുക്ക് 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. April 1 എസ് ഇസ് ഈക്വൽ ടു 50 ആകുമ്പോൾ പി ഇസ് ഈക്വൽ ടു 163 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ April 3 കേസിൽ എസ് ഇസ് ഈക്വൽ ടു 60 ആകുമ്പോൾ പി ഇസ് ഈക്വൽ ടു 161 എന്നുള്ള ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ എമ്മിൻ്റെയും സിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. പിയും എസ്സും ആണ് ഇവിടെ വേരിയബിൾസ് വരുന്നത്, എമ്മും സിയും ആണ് നമ്മുടെ കോൺസ്റ്റൻസ്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. അപ്പം അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാണുക?
ആദ്യം ഈ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എസ് 50 ആകുമ്പം പി ഇസ് ഈക്വൽ ടു 163 തന്നിട്ടുണ്ട്. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? എസ്സിന് 50 പിക്ക് 163 കൊടുക്കുകയാണ്. സോ 163 ഇസ് ഈക്വൽ ടു എം ഇൻറ്റു 50 പ്ലസ് സി എന്ന് പറയാം അല്ലേ. ആൻഡ് നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഡെൽറ്റ പി ഇസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എസ് എന്നുള്ളത്. ഡെൽറ്റ പി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എം എന്നല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എമ്മിൻ്റെ വാല്യൂ നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിച്ചൂടെ? അതിന് ഡെൽറ്റ പിയും ഡെൽറ്റ എസും എന്താണെന്നുള്ളത് അറിയണം അല്ലേ. ഡെൽറ്റ പി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പി ബൈ ചേഞ്ച് ഇൻ എസ് ആണ്. നമുക്ക് ഇതാണ് രണ്ട് കണ്ടീഷൻസ് ഉള്ളത്. ഇതിനകത്തുനിന്ന് ചേഞ്ച് ഇൻ പിയും ചേഞ്ച് ഇൻ എസും കണ്ടുപിടിച്ചൂടെ? ആദ്യം ഫൈനൽ കണ്ടീഷനിൽ നിന്ന് ഇനീഷ്യൽ കണ്ടീഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ചേഞ്ച് ഇൻ പി ചേഞ്ച് ഇൻ എസ് ഒക്കെ കാണാൻ പറ്റുക അല്ലേ. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുക? ഫൈനൽ പൊസിഷൻ വന്നിട്ടുണ്ടായിരുന്നത് 161 ആണ്. അതിനകത്തുനിന്ന് ഇനീഷ്യൽ പൊസിഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. സോ 163 വിച്ച് വിൽ ബി -2 എന്ന് കിട്ടും അല്ലേ. അതേപോലെ ഡെൽറ്റ എസ് എന്താ വരിക? ഫൈനൽ 60 ആയിരുന്നു. അതിനകത്തുനിന്ന് ഇനീഷ്യൽ എന്ന് പറയുന്നത് 50 ആണ്. സോ ഡെൽറ്റ എസ് 10 ആണ് വരിക. അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്ച്വലി എം കാണാൻ കഴിയും. ഈ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ എം ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? ഡെൽറ്റ പി നമുക്ക് കിട്ടിയത് -2 ആൻഡ് ഡെൽറ്റ എസ് കിട്ടിയത് 10 ആണ്. സോ -1/3 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്കത് കൊടുക്കാം. സോ 163 ഇസ് ഈക്വൽ ടു എമ്മിന് പകരം -1/3 ഇൻറ്റു 50 പ്ലസ് സി എന്ന് എഴുതാം അല്ലേ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി എന്താ കിട്ടുക നോക്കാം. സോ സോറി, ഇവിടെ 3 അല്ലല്ലോ വരിക, മൈ മിസ്റ്റേക്ക്. -1/5 ആണ് വരിക. 2ഉം 10ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇവിടെ 5 ആണ് വരിക. അപ്പോൾ ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് -10 എന്ന് കിട്ടും. ഈ -10 ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ 163 പ്ലസ് 10 എന്ന് കിട്ടും. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 173 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ സി 173 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാം. അവിടെ പി ഇസ് ഈക്വൽ ടു എം എസ് പ്ലസ് സി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു -1/5. സോ -1/5 എസ് പ്ലസ് സി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് 173 എന്നും കിട്ടി. അപ്പോൾ പിയും എസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എസ് ഇസ് ഈക്വൽ ടു 30 ആകുമ്പം പി എന്താണെന്നുള്ളതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. സോ എസ്സിന് 30 കൊടുത്തു കഴിഞ്ഞാൽ പി എന്താവും എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്താൽ പോരെ. സോ പി ഇസ് ഈക്വൽ ടു -1/5 ഇൻറ്റു എസ്സിന് 30 കൊടുക്കുകയാണ് പ്ലസ് 173 എന്ന് വരും. 30ഉം 5ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 വരും. സോ -6 പ്ലസ് 173 എന്ന് കിട്ടും. അതായത് 167 എന്ന് കിട്ടും. ഇത് നമ്മൾ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെൻസ് പെർ പൗണ്ട് ആണ്. സോ ഇത്രയും സെൻസ് പെർ പൗണ്ട് ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. An oil slick has the area y is equal to 30x cube plus 100x square meters x minutes after a tanker explosion. സ്ക്വയർ മീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മീറ്റർ സ്ക്വയേഴ്സ് എന്ന് കേട്ടോ. ഫൈൻഡ് ദി ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ദ ടൈം ഡ്യൂറിംഗ് ദ പീരീഡ് ഫ്രം x is equal to 2 to x is equal to 3 to x is equal to 3 and from x is equal to 2 to x is equal to 2.1. What is the instantaneous rate of change of area with respect to time time x is equal to 2. So x is equal to 2 instantaneous rate of change of area with respect to time കാണാൻ പറഞ്ഞിട്ടുണ്ട്. And x is equal to 2 to x is equal to 3 ആവുന്ന കേസിലും x is equal to 2 to x is equal to 2.1 ആവുന്ന കേസിലും ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈമും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ആണ് അല്ലേ. ആവറേജ് വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ എക്സ് നോട്ടും ഡെൽറ്റ എക്സും ഒക്കെ എന്താ? ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നോക്കുകയാണെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്ന ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് 2 വരിക. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചേഞ്ച് ഇൻ എക്സ് ആണ് അല്ലേ. അപ്പോൾ എക്സ് 2 തൊട്ട് 3 വരെ എന്ന് പറയുമ്പോൾ അവിടെ ചേഞ്ച് എന്താ വരിക? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് വരും. അതായത് 3 മൈനസ് 2 വരും, വിച്ച് ഇസ് 1. അപ്പോൾ ഫസ്റ്റ് കേസിലാവുമ്പോൾ x0 2 വരും, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1 വരും. ഈ കേസിലോ x0 എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റ് 2 വരും, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 2.1 മൈനസ് 2 വരും. അതായത് 0.1 ആയിരിക്കും ഡെൽറ്റ എക്സ് വരിക. അപ്പോൾ രണ്ട് കേസിലും നമ്മളോട് കാണാൻ പറഞ്ഞത് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ആയിരുന്നു, അതായത് ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ കാണുക. അപ്പം x0നും ഡെൽറ്റ എക്സിനും വാല്യൂ കൊടുക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമില നമ്മൾ എടുക്കാറ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സിൽ നമുക്ക് വാല്യൂ കൊടുക്കാം. x0 എന്ന് പറയുന്നത് 2 ആയിരുന്നു, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ 2 പ്ലസ് 1 വിൽ ബി 3 മൈനസ് എഫ് ഓഫ് x0 എന്ന് പറയുന്നത് 2 ആണ്, ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. സോ എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡ് ബൈ 1 ചെയ്താൽ മതിയാവും. അപ്പം എഫ് ഓഫ് എക്സിന് വാല്യൂ കൊടുക്കാം. എഫ് ഓഫ് 3 എന്ന് പറയുമ്പം എക്സ് ഉള്ള പൊസിഷനിലൊക്കെ 3 കൊടുത്താൽ മതിയാവും. സോ 30 ഇൻറ്റു 3 ക്യൂബ് പ്ലസ് 100 ഇൻറ്റു 3 മൈനസ് 30 ഇൻറ്റു 2 ക്യൂബ് പ്ലസ് 100 ഇൻറ്റു 2 എന്ന് കിട്ടും അല്ലേ, ഡിവൈഡ് ബൈ 1 ആണ്. സോ നമ്മൾ എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താ ആക്ച്വലി വരിക? ഇപ്പോൾ ഇത് മീറ്റർ സ്ക്വയറിലാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മീറ്റർ സ്ക്വയർ പെർ ഇത് എന്തിലാന്നാ ടൈം എന്തിലാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? സ്ക്വയർ മീറ്റേഴ്സ് എക്സ് മിനിറ്റ്സ് ആഫ്റ്റർ എന്നുള്ള പോലെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ യൂണിറ്റ് വരിക. എക്സിന് നമ്മൾ ടൈം ഇവിടെ മിനിറ്റ്സിലാണ് പറയുന്നത്, യൂണിറ്റ് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 670 എന്നുള്ള വാല്യൂ ആണ് മീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് എന്നാണ് നമുക്ക് കിട്ടുക. നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു 2 ടു എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 670 മീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു 2 ടു എക്സ് ഇസ് ഈക്വൽ ടു 2.1ലും ഇത് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്താ വരിക? എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക? x0 എന്ന് പറയുന്നത് 2 ആണ്, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0.1 ആണ്. സോ 2 പ്ലസ് 0.1 എന്ന് പറയുമ്പം 2.1 വരും, മൈനസ് എഫ് ഓഫ് x0 എന്ന് പറയുമ്പം എഫ് ഓഫ് 2 വരും, ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ 0.1 ആണ്. ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 478.3 മീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആയിരുന്നു. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരുന്നു? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അല്ലേ. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? എഫ് ഡാഷ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 അല്ലേ. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആയിരുന്നു കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എഫ് ഡാഷ് ഓഫ് 2 ആണ് അല്ലേ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 30x ക്യൂബ് പ്ലസ് 100x എന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരിക? പോളിനോമിയൽ ഫംഗ്ഷനാണ്, ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ വരും. അപ്പോൾ ഇത് 90x സ്ക്വയർ പ്ലസ് 100 എന്ന് വരും അല്ലേ. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് അറ്റ് 2 ആയിരുന്നു നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ എഫ് ഡാഷ് ഓഫ് 2 എന്താ വരിക? 90 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 100 എന്ന് വരും. അതായത് 90 ഇൻറ്റു 4 പ്ലസ് 100 എന്ന് വരും അല്ലേ. 90 ഇൻറ്റു 4 എന്ന് പറയുമ്പം 360 പ്ലസ് 100 വിച്ച് ഇസ് 460 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ യൂണിറ്റ് എന്താ വരിക? സെയിം ആണ് അല്ലേ, മീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് വരും. ഓക്കെ ആണല്ലോ. സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കേസിൽ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. നമ്മൾ പോസിറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതിനെ റേറ്റ് ഓഫ് ഇൻക്രീസ് എന്നും പറയാറുണ്ട്. അതേപോലെ നെഗറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അതിനെ റേറ്റ് ഓഫ് ഡിക്രീസ് എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സർക്കിൾ വിത്ത് റേഡിയസ് r millimeters has area A is equal to pi r square. pi r square square millimeters, അതായത് millimeter square. Find the rate of increase of area with respect to radius r naught is equal to 5.
Interpret your answer geometrically. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് rate of increase of area with respect to radius r naught is equal to 5. At r naught is equal to 5, ഇതിൻ്റെ rate of increase എന്താണെന്നുള്ളതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ rate of change of area with respect to radius എന്താണെന്നുള്ളത് ആദ്യം കാണണം. എന്നിട്ട് at r naught is equal to 5 അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കാണണം. എന്നിട്ട് ജോമെട്രിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത് pi r square ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ആർ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. പൈ കോൺസ്റ്റൻ്റ് ആണ്. ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2r വരും അല്ലേ? സോ 2πr എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഈ 2πr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആക്ച്വലി തന്നിരിക്കുന്ന സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് അല്ലേ? നമുക്ക് സർക്കിളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ സർക്കംഫറൻസ് ആണ്. അതൊന്നുമല്ല നമുക്കിപ്പോൾ വേണ്ടത്. നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ആർ അറ്റ് ആർ നോട്ട് ഇസ് ഈക്വൽ ടു 5 ആയിരുന്നു. സോ ഡി എ ബൈ ഡി ആർ അറ്റ് ആർ നോട്ട് ഇസ് ഈക്വൽ ടു 5 എന്താണെന്നുള്ളത് നോക്കാം. സോ 2π ഇൻറ്റു ആറിന് പകരം 5 കൊടുത്താൽ മതി. അതായത് 10π എന്ന് വരും. നമ്മുടെ യൂണിറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നത് മില്ലിമീറ്റർ സ്ക്വയർ പെർ മില്ലിമീറ്റർ എന്ന് വരും അല്ലേ? സോ മില്ലിമീറ്റർ സ്ക്വയർ പെർ മില്ലിമീറ്റർ എന്ന് വരും. ഓക്കെ ആണല്ലോ? അതായത് നമുക്കതിനെ 10π മില്ലിമീറ്റർ സ്ക്വയർ പെർ മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലിമീറ്റർ തന്നെയാണ് അല്ലേ? സോ 10π മില്ലിമീറ്റർ എന്നുള്ളത് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് എഴുതാം. ഇനി ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ PDF ഫയൽ, ടെക്സ്റ്റിൻ്റെ PDF ഫയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലവർ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ കറക്റ്റ് പറയുന്നുണ്ട്. സർക്കിൾ വരയ്ക്കുക, അതിൽ ഏരിയ മാർക്ക് ചെയ്യുന്നു, സർക്കംഫറൻസ് മാർക്ക് ചെയ്യുന്നു, അത്രേ ചെയ്യാനുള്ളൂ. ആ ഫിഗർ ഒന്ന് നോക്കുക കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. സപ്പോസ് ദാറ്റ് ദ പ്രൈസ് ഓഫ് പോർക്ക് P ഡിപ്പെൻഡ്സ് ഓൺ ദ സപ്ലൈ S by the formula P is equal to 160 minus 3s plus 0.01 s square. ഈ ഒരു ഫോർമുലയിൽ പിയും എസും തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു എസ് വെൻ എസ് ഇസ് ഈക്വൽ ടു 50. അതായത് നമ്മളോട് കാണാൻ പറഞ്ഞത് ഡി പി ബൈ ഡി എസ് അറ്റ് എസ് ഇസ് ഈക്വൽ ടു 50 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു എസ് അറ്റ് എസ് ഇസ് ഈക്വൽ ടു 50. അപ്പോൾ അതെങ്ങനെയാണ് കാണാം? ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് എസ്സിന് 50 എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി അല്ലേ? അപ്പം ആദ്യം ഡി പി ബൈ ഡി എസ് കാണാം. ഡി പി ബൈ ഡി എസ് കോൺസ്റ്റൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ഫസ്റ്റ് ടേം 0 വരും. മൈനസ് 3s ഡെറിവേറ്റീവ് -3 വരും. പ്ലസ് 0.01 ഇൻറ്റു എസ് സ്ക്വയർ ആണ്. എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എസ് വരും. സോ 0.01 ഇൻറ്റു 2 എന്ന് പറയുമ്പം 0.02 എസ് എന്ന് വരും. സോ ഇതാണ് ഡി പി ബൈ ഡി എസ് വരുന്നത്. ഇനി അറ്റ് എസ് ഇസ് ഈക്വൽ ടു 50 കണ്ടാൽ മതി അല്ലേ? സോ ഡി പി ബൈ ഡി എസ് അറ്റ് എസ് ഇസ് ഈക്വൽ ടു 50 വിൽ ബി -3 പ്ലസ് 0.02 ഇൻറ്റു 50 വരും. 0.02 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ അത് 1 ആയിരിക്കും. സോ -3 പ്ലസ് 1 എന്ന് കിട്ടും, വിച്ച് ഇസ് -2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു എസ് -2 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് റേറ്റ് ഓഫ് ചേഞ്ചസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിക്രീസിങ് എന്ന് പറയാം അല്ലേ? അപ്പോൾ പീൻ്റെ വാല്യൂ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഡിക്രീസിങ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ? സോ പീൻ്റെ വാല്യൂ എസ് കൂടുന്തോറും കുറഞ്ഞാൽ വരുന്നതെന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. A reservoir contains 10 raised to 8 minus 10 raised to 4t minus 80t square minus 10t cube plus 5t raised to 5 liters of water at time t. Liters of water at time t, where t is the time in hours from when the gates are opened. How many liters per hour are leaving the reservoir after 1 hour? അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു റിസർവോയറിൽ ഇത്രയും ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ട് അറ്റ് ടൈം ടി. ടി എന്ന് പറയുന്നത് അവേഴ്സിലാണ് മെഷർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ 1 hour ഈ റിസർവോയറിന് എത്ര വാട്ടർ ലീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഇപ്പോൾ ഇതിന് ഈ ഒരു ഫംഗ്ഷന് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടത് എഫ് ഡാഷ് ഓഫ് ടി ആണ് അല്ലേ. അതായത് ഡി എഫ് ബൈ ഡി ടി എന്താ വരിക എന്നുള്ളത് അറിയണം. അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 ആഫ്റ്റർ 1 hour എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അവേഴ്സിലാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. ഇനി ഇതിൻ്റെ എത്ര വാട്ടർ ലീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ആവുന്ന വാട്ടർ എന്നുള്ള പോലെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള പോലെയല്ലേ വരിക. സോ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് വന്നാലേ ഇതിനകത്തുനിന്ന് ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ വാല്യൂ എന്തായാലും നെഗറ്റീവ് ആണ് വരിക. ഇനി ആ വാല്യൂ എത്രയാണ് വരിക എന്നുള്ളത് നോക്കാം. എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് ഇതിനകത്തുനിന്ന് ലീവ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരുന്നത് അല്ലേ. അപ്പോൾ എത്ര ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഡി എഫ് ബൈ ഡി ടി നമ്മൾ കാണുകയാണേ. ഡി എഫ് ബൈ ഡി ടി വിൽ ബി 10⁸ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി മൈനസ് 10⁴ ടീൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇനി ഇത് വരിക മൈനസ് 80 t² ആണ്. സോ t² ഡെറിവേറ്റീവ് 2t വരും. സോ 160 വരും. മൈനസ് 10 × t³ എന്ന് പറയുമ്പം 3 × 10 × t² എന്ന് വരും അല്ലേ. പ്ലസ് 5 × t⁵ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 t⁴ എന്ന് ഡെറിവേറ്റീവ് വരും. ഇനി നമുക്ക് കാണാനുള്ളത് t ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ്. സോ ഡി എഫ് ബൈ ഡി ടി അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ മൈനസ് 10⁴ മൈനസ് 160 മൈനസ് 30 t1 കൊടുക്കുകയാണെങ്കിൽ പ്ലസ് 25 എന്ന് വരും. ഇതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടുക മൈനസ് 10,165 ലിറ്റേഴ്സ് പെർ അവർ എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ റേറ്റ് ഓഫ് ഡിക്രീസിങ് വരിക. അപ്പോൾ ആഫ്റ്റർ 1 hour എത്ര വോള്യൂം ഓഫ് വാട്ടർ എത്ര ലിറ്റർ ഓഫ് വാട്ടർ ഇതിനകത്തുനിന്ന് പോകുന്നുണ്ട്? 10,165 ലിറ്റർ ഓഫ് വാട്ടർ ഇതിനകത്തുനിന്ന് കുറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇതിനകത്തുനിന്ന് ലീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. സപ്പോസ് ദാറ്റ് x is equal to 0 represents the level of a Golden Gate Bridge and that x is equal to f of t equal to 8 plus 6t minus 5t² represents the position of a stone at time t in seconds. അപ്പോൾ t സെക്കൻഡ്സിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പൊസിഷൻ ഓഫ് എ സ്റ്റോൺ അറ്റ് ടൈം ടി ഇൻ സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൊസിഷൻ ഫംഗ്ഷൻ ആണ് അറ്റ് ടൈം ടി. ഓക്കെ, ഒരു സ്റ്റോണിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ മേലെ അതായത് ഒരു സ്റ്റോണും ഉണ്ട്, ഒരു ബ്രിഡ്ജും ഉണ്ട്. എന്നിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ബ്രിഡ്ജിൻ്റെ ലെവലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്രൗണ്ട് ലെവൽ, ഒരു ബ്രിഡ്ജിൻ്റെ ഗ്രൗണ്ട് ലെവലാണ് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എക്സ് എന്ന് പറയുന്നത് ഒരു 1 ആണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഇതിപ്പോൾ യൂണിറ്റ് എന്താ തന്നിട്ടുള്ളത്? മീറ്റേഴ്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ ഓഫ് ദ ബ്രിഡ്ജ് ആണ്. ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അറ്റ് സം ടൈം ടി എക്സ് ഇസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് ലെവലിൻ്റെ തൊട്ട് മേലെയായിട്ടാണ് ഈ സ്റ്റോൺ ഉള്ളതെന്ന് പറയാം. അതേപോലെ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ ബ്രിഡ്ജ് ലെവലിൻ്റെ താഴെയാണ് ഈ സ്റ്റോൺ ഉള്ളത് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ സ്റ്റോണിൻ്റെ പൊസിഷനാണ് ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. എന്നിട്ട് 3 സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഈസ് ദ സ്റ്റോൺ അബവ് ദ ബ്രിഡ്ജ്, അറ്റ് ദ ബ്രിഡ്ജ് ഓർ ബിലോ ദ ബ്രിഡ്ജ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പം ഈ സ്റ്റോണ് ബ്രിഡ്ജിൻ്റെ മേലെയാണോ താഴെയാണോ അത് ബ്രിഡ്ജിൻ്റെ ലെവലിലാണോ ഉള്ളത് എന്നുള്ളതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സിൻ്റെ ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ബ്രിഡ്ജിൻ്റെ മേലെ വരും, നെഗറ്റീവ് ആണെങ്കിൽ ബ്രിഡ്ജിന് താഴെ വരും. എക്സ് 0 ആവുകയാണെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് ലെവലിലായിരിക്കും ആ സ്റ്റോൺ ഉണ്ടാവുക എന്നുള്ളത് പറയാം. ആൻഡ് ഹൗ അബൌട്ട് അറ്റ് ടി ഈസ് ഈക്വൽ ടു 2? അപ്പോൾ ഈ 2 കേസിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ 2 കേസിലും ഈ സ്റ്റോണിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പം എക്സ് എന്താ വരിക എന്നുള്ളത് നോക്കാം. ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ വരിക? 8 വരും. പ്ലസ് 6 × 0 മൈനസ് 5 × 0 വരും. അപ്പോൾ അതൊക്കെ 0 ആണ്. സോ 8 മീറ്റേഴ്സിലാണ് ഈ എന്താ പറയുക സ്റ്റോണിൻ്റെ പൊസിഷൻ ഉള്ളത്. അതായത് ബ്രിഡ്ജിന് മേലെയാണുള്ളത് എന്നുള്ളത് പറയാൻ പറ്റും. സോ എബവ് ദ ബ്രിഡ്ജ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി ടി ഈസ് ഈക്വൽ ടു 2 ആവുന്ന കേസിലോ? ടി ഈസ് ഈക്വൽ ടു 2 ആകുമ്പം
എക്സ് എന്ന് പറയുന്നത് ടിയുടെ പൊസിഷനിലൊക്കെ 2 കൊടുക്കാം. അപ്പം 8 പ്ലസ് 6 ഇൻറ്റു 2 മൈനസ് 5 ഇൻറ്റു 2 സ്ക്വയർ എന്ന് വരും. അതായത് 8 പ്ലസ് 12 മൈനസ് 5 ഇൻറ്റു 4 20 എന്ന് വരും. ദാറ്റ് ഇസ് 0 എന്ന് കിട്ടും. അതായത് ബ്രിഡ്ജിൻ്റെ ലെവലിൽ തന്നെയാണ്. അപ്പം ദ സ്റ്റോൺ ലൈസ് അറ്റ് ദ ബ്രിഡ്ജ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അറ്റ് ടി ഈസ് ഈക്വൽ ടു 2. ടൈം 2 സെക്കൻഡ്സ് ആകുമ്പം ഈ സ്റ്റോൺ എന്ന് പറയുന്നത് ബ്രിഡ്ജ് ലെവലിലാണ് ഉള്ളത് എന്നുള്ളത് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. സപ്പോസ് ദാറ്റ് ദി ആവറേജ് വെലോസിറ്റി ഡ്യൂറിങ് ദി ഇൻ്റർവെൽ ഫ്രം T0 ടു T0 പ്ലസ് ഡെൽറ്റ ടി ഇസ് നെഗറ്റീവ്. അപ്പം ഇവിടെ നെഗറ്റീവാണ് ആവറേജ് വെലോസിറ്റി ഉള്ളത് എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ക്യാൻ ബി സെഡ് അബൌട്ട് ദ ഹൈറ്റ് അറ്റ് ടൈം T0 പ്ലസ് ഡെൽറ്റ ടി. അപ്പം T0 പ്ലസ് ഡെൽറ്റ ടിയിലുള്ള ഹൈറ്റിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് ആവറേജ് വെലോസിറ്റി നെഗറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ എക്സ് ബൈ ചേഞ്ച് ഇൻ ടി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ് ആണ് എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ T0 T0 പ്ലസ് ഡെൽറ്റ ടി ആകുമ്പോഴത്തേക്കും T0 എവിടെയായിരുന്നോ പൊസിഷൻ അതിനേക്കാളും താഴെ ആയിരിക്കും എന്നുള്ളത് പറയാൻ പറ്റും. അപ്പം ഇതിൻ്റെ പൊസിഷൻ ആക്ച്വലി പൊസിഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ ദാറ്റ് അറ്റ് ടൈം T0 എന്നുള്ളത് പോലെ പറയാൻ പറ്റും. സോ അത്രയും നമുക്ക് ആ കേസിൽ പറയാൻ പറ്റുള്ളൂ. കാരണം എക്സാക്റ്റ് വാല്യൂ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ T0 എവിടെയായിരുന്നോ പൊസിഷൻ അതിനേക്കാളും താഴെയുള്ളൊരു പൊസിഷൻ വാല്യൂ ആയിരിക്കും T0 പ്ലസ് ഡെൽറ്റ ടിയിൽ കിട്ടുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ഡിക്രീസിങ്. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഇസ് ദി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് ടി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത് അറ്റ് ടി ഈസ് ഈക്വൽ ടു 1. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണാൻ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആദ്യം കാണണം അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ 8 പ്ലസ് 60 മൈനസ് 5t സ്ക്വയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 8ൻ്റെ ഡെറിവേറ്റീവ് 0 വരും, 60ൻ്റെ ഡെറിവേറ്റീവ് 6 വരും, മൈനസ് 5 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 5 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t വരും. അതായത് മൈനസ് 10t എന്ന് വരും അല്ലേ. നമ്മളോട് കാണാൻ പറഞ്ഞത് അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 ആയിരുന്നു. സോ 6 മൈനസ് 10 വരും വിച്ച് ഇസ് -4 മീറ്റേഴ്സ് എന്നുള്ളത് പറയാൻ പറ്റും. മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും കാരണം ഡെറിവേറ്റീവ് ആണ്. സോ -4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഡിക്രീസിങ് ആണ് വരിക, താഴോട്ടാണ് ഇത് കുറഞ്ഞാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. സപ്പോസ് ദാറ്റ് x is equal to f of t equal to 1/4 t square minus t plus 2 denotes the position of a bus at time t. അപ്പോൾ ടൈം ടിയിൽ പൊസിഷൻ ഓഫ് എ ബസ്സാണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, പ്ലോട്ട് ഇറ്റ്സ് ഗ്രാഫ്. ഇതിൻ്റെ വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പൊസിഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ വെലോസിറ്റി ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താ കിട്ടുക? 1/4 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t മൈനസ് ടീൻ്റെ ഡെറിവേറ്റീവ് 1 വരും, 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ഇതിനെ നമുക്ക് t/2 മൈനസ് 1 എന്ന് എഴുതാം. ഇതായിരിക്കും വെലോസിറ്റി ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ടൈം എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ വെലോസിറ്റി ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ആൻഡ് പ്ലോട്ട് ദ സ്പീഡ് ഓഫ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അപ്പോൾ സ്പീഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അറിയുന്ന കാര്യമാണ് വെലോസിറ്റി ഫംഗ്ഷൻ v എന്ന് പറഞ്ഞ വെലോസിറ്റി ഫംഗ്ഷൻ നമുക്ക് കിട്ടിയാൽ സ്പീഡ് നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? ഇസ് മോഡുലസ് ഓഫ് വെലോസിറ്റി അല്ലേ. അപ്പം അതേപോലെ തന്നെ ഇവിടെ വെലോസിറ്റി ഫംഗ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി വരും വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് t/2 മൈനസ് 1 എന്ന് വരും. ഇതിൻ്റെയൊക്കെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ അറിയാമെന്ന് കരുതുന്നു. എന്തായാലും ഗ്രാഫിൻ്റെ ആൻസർ ഇതിൻ്റെ കൂടെ PDF ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊന്ന് നോക്കുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആക്സിലറേഷൻ കാണാനാണ്. ആക്സിലറേഷൻ എങ്ങനെയാണ് കാണുക? വെലോസിറ്റി ഫംഗ്ഷൻ അറിയാമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും ആക്സിലറേഷൻ വരിക അല്ലേ. സോ ഇവിടെ എഫ് ഡാഷ് ഓഫ് ടി നമുക്കറിയാം, അതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫ് ഡാഷ് ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/2 ഇൻറ്റു ടീൻ്റെ ഡെറിവേറ്റീവ് വരും. ടീൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. -1ൻ്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ്
0 ആയിരിക്കും. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 1/2 ആണെന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ആക്സലറേഷൻ വരിക. ഓക്കെ ആണല്ലോ. സോ ഒരു പൊസിഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് വെലോസിറ്റി ആണ്. ആൻഡ് ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ഫംഗ്ഷൻ ആണ്. അതായത് പൊസിഷൻ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, calculate the second derivative of f of x is equal to x raised to 4 plus 2x cube plus minus 8x. അങ്ങനെ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, എന്നിട്ട് അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ ചെയ്തു തരാം, ബാക്കി രണ്ടെണ്ണം നിങ്ങളൊന്ന് തനിയെ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എങ്ങനെയാണ് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് 2x ക്യൂബ് മൈനസ് 8x തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എങ്ങനെയാണ് കാണാം? എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x ക്യൂബ് വരും, പ്ലസ് 2 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ വരും, മൈനസ് 8 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും അല്ലേ. അപ്പോൾ അതായത് 4x ക്യൂബ് പ്ലസ് 6x സ്ക്വയർ മൈനസ് 8 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടുക അല്ലേ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ് വരിക? 4 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ വരും, പ്ലസ് 6 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും, മൈനസ് 8ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ അതില്ല. സോ ഇതിൻ്റെ വാല്യൂ എന്താ വരിക? 12x സ്ക്വയർ പ്ലസ് 12x എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ അതിനെ ഒന്നുകൂടി രസമായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 12 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് എഴുതാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നുള്ള മീനിങ് തന്നെയാണ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് കാണണം? 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇവാലുവേറ്റ് ചെയ്യണം. ഇത് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഡി സ്ക്വയർ കാണാൻ കഴിയുള്ളൂ അല്ലേ. അപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും, മൈനസ് 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഉണ്ട്, പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് വരിക. സോ ഇതിൻ്റെ ആൻസർ വരിക 6x മൈനസ് 2 എന്നായിരിക്കും. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണമെന്നുണ്ടെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു എന്താന്ന് പറയാം? ഡി ബൈ ഡി എക്സ് ഓഫ് ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? 6x മൈനസ് 2. അതായത് ഈ കിട്ടിയ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ വാല്യൂ എന്താ കിട്ടുക? 6 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ഇതിൻ്റെ ആൻസർ 6 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, a race car travels 1/4 mile in 6 seconds. Its distance from the start in feet after t seconds being f of t is equal to 44t square by 3 plus 132t. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു റേസ് കാർ ഉണ്ട്. ആ റേസ് കാർ 6 സെക്കൻഡ്സിൽ 1/4 മൈൽസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ പൊസിഷൻ ഫംഗ്ഷനാണ് നമുക്കിവിടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ആഫ്റ്റർ ടി സെക്കൻഡ്സ് ഇത് ഇത്രയും എന്താ പറയുക ഫീറ്റ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ള പോലെ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് 2 വാല്യൂസാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആസ് ഇറ്റ് ക്രോസസ് ദ ഫിനിഷിംഗ് ലൈൻ. അപ്പോൾ വെലോസിറ്റിയും ആക്സിലറേഷനും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആസ് ഇറ്റ് ക്രോസസ് ദ ഫിനിഷിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകെ ട്രാവൽ ചെയ്തത് 6 സെക്കൻഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഫിനിഷിംഗ് ലൈനിലുള്ള ടൈം എന്ന് പറയുന്നത് t is equal to 6 ആണ്. സോ t is equal to 6 ആകുമ്പോഴുള്ള വെലോസിറ്റിയും ആക്സിലറേഷനുമാണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യം വെലോസിറ്റിയും ആക്സിലറേഷൻ ഫംഗ്ഷൻ എന്താ വരിക എന്നുള്ളത് നോക്കാം. വെലോസിറ്റി ഫംഗ്ഷൻ എന്താ വരിക? എഫ് ഡാഷ് ഓഫ് ടി ആണ്. ആക്സിലറേഷൻ ഫംഗ്ഷൻ വരിക എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ആണ് അല്ലേ. സോ എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? 44/3 ഇൻറ്റു 2t പ്ലസ് 132 എന്ന് വരും. അതായത് 88/3t പ്ലസ് 132 ആണ് നമ്മുടെ വെലോസിറ്റി ഫംഗ്ഷൻ വരിക. അപ്പോൾ ആക്സിലറേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെലോസിറ്റി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വരും അല്ലേ. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88/3 എന്ന് തന്നെയാണ് വരിക. ഓക്കെ ആണല്ലോ. ഇനി അറ്റ് t is equal to 6 എന്താ വരിക? വെലോസിറ്റിയുടെ വാല്യൂ കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുക
308 ഫീറ്റ് പെർ സെക്കൻഡ് എന്നുള്ളതാണ്. ടൈം സെക്കൻഡ്സിലും എന്താ പറയുക ഡിസ്റ്റൻസ് ഫീറ്റിലുമായിരുന്നു ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി 308 ഫീറ്റ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ആൻഡ് ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പിന്നെ എന്തായാലും അത് 88/3 ഫീറ്റ് പെർ സെക്കൻഡ് തന്നെയാണ് വരിക. ഇനി അതിനെ ഡെസിമൽ ഫോമിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക അപ്രോക്സിമേറ്റ്ലി 29.3 ഫീറ്റ് പെർ സെക്കൻഡ് എന്നായിരിക്കും. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ആക്സലറേഷനും വെലോസിറ്റിയും ഫിനിഷിംഗ് ലൈനിൽ കാണാനാണ് പറഞ്ഞത്. ഇതാകെ ട്രാവൽ ചെയ്ത 6 സെക്കൻഡ്സ് ആയതുകൊണ്ട് ഫിനിഷിംഗ് ലൈന് നമുക്ക് വരിക t=6 സോ ആക്സലറേഷനും വെലോസിറ്റിയും നമ്മൾ t=6 ഇവാലുവേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൗ ഫാസ്റ്റ് വാസ് ഇറ്റ് ഗോയിങ് ഹാഫ് വേ ഡൗൺ ദ ട്രാക്ക്. അപ്പോൾ ഈ ട്രാക്കിൻ്റെ പകുതി, അതായത് മൊത്തം t=6 ആളിവിടെ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പകുതി ദൂരം എത്തിയപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ സ്പീഡ്, ഹൗ ഫാസ്റ്റ് ഇറ്റ് വാസ് ട്രാവലിംഗ് എന്നുള്ള പോലെ ചോദിച്ചിട്ടില്ല. അപ്പോൾ വെലോസിറ്റിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ ഹാഫ് വേ ഡൗൺ ദ ട്രാക്കിൽ വെലോസിറ്റി ആയിരുന്നു നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഹാഫ് വേ ഡൗൺ ദ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ നേർ പകുതി അല്ലേ. അപ്പോൾ മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് ആദ്യം കാണണം. മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണാം? t=6 ഇതിൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് /2 ചെയ്താലാണ് നമുക്ക് ഹാഫ് വേ കിട്ടുക അല്ലേ. പകുതി ദൂരം കിട്ടുക. നമുക്ക് മൊത്തം ഡിസ്റ്റൻസ് അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇത് മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആ ടൈം =6 ആവുമ്പോഴാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ അതെന്താ വരിക? പൊസിഷൻ ഫംഗ്ഷനിൽ t=6 കൊടുക്കുമ്പം =6² + 132 × 6 എന്ന് വരും. ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടുക 1320 ഫീറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഫീറ്റാണ് ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹാഫ് വേ ഡൗൺ ദ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? മൊത്തം ട്രാവൽ ചെയ്ത ഈ 1320 ഫീറ്റിൻ്റെ നേർ പകുതി ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. അതായത് 660 ഫീറ്റ് ആയിരിക്കും ഇതിൻ്റെ പകുതി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഈ 660 ഫീറ്റ് ആകുമ്പോൾ ഉള്ള ടൈം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ടൈമിലുള്ള വെലോസിറ്റിയാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ 660 ഫീറ്റ് ആകുമ്പോഴുള്ള ടൈമാണ് നമുക്കിനി ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അതായത് f(t) = 660 ആവുന്നത് എപ്പോഴാണെന്നുള്ളത് നമ്മളിനി കണ്ടുപിടിക്കണം. എന്നാലല്ലേ നമുക്ക് അവിടുത്തെ വെലോസിറ്റി കാണാൻ പറ്റുള്ളൂ. ടൈം നമുക്കിവിടെ ഡയറക്റ്റ് കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഹാഫ് ഡിസ്റ്റൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി അവിടെ നിന്ന് ടൈം എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. സോ ഫംഗ്ഷൻ എന്തായിരുന്നു? 44/3 t² + 132t = 660 ആണ്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 2 ആൻസർ കിട്ടും. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പം at² + bt + c ആണെന്നുണ്ടെങ്കിൽ =0 എന്നുള്ള ഫോമിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് കയ്യിലുള്ളതെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മളെങ്ങനെയാണ് കാണുക? -b ± √b² - 4ac/2a എന്നുള്ള ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ടിക്ക് 2 വാല്യൂ ഇവിടെ കിട്ടും. ടിയുടെ 2 വാല്യൂ ഇവിടെ കിട്ടുക. ഒന്ന് -12.58, ഒന്ന് 3.58 എന്നായിരിക്കും. നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്തൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അല്ലാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും എക്സാം ടൈമിൽ. സോ t = -12.58 അല്ലെങ്കിൽ 3.58 എന്ന് 2 വാല്യൂ കിട്ടും. t എന്ന് പറയുന്നത് ടൈമാണ്. ടൈം ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കില്ല. സോ ഈ വാല്യൂ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ്. സോ t = 3.58 സെക്കൻഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണ്. സോ ടൈം 3.58 ആകുമ്പോഴാണ് ഈ റേസ് കാർ എന്ന് പറയുന്നത് 660 ഫീറ്റിലേക്ക് എത്തുന്നത്, ആ ഒരു ഹാഫ് വേ ഡിസ്റ്റൻസിൽ എത്തുന്നത്. സോ ഈ ഒരു ടൈമിലുള്ള വെലോസിറ്റിയാണ് നമുക്ക് കാണാനുള്ളത്. വെലോസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. f' എന്ന് പറയുന്നത് 88/3t + 132 ആയിരുന്നു. നമുക്ക് കാണാനുള്ളത് എവിടെയാണ്? അറ്റ് 3.58 സെക്കൻഡ്സ്. ടൈം 3.58 ആകുമ്പം വെലോസിറ്റി എന്താണെന്നുള്ളതാണ് കാണാനുള്ളത്. യു വിൽ ഗെറ്റ് ദി അപ്രോക്സിമേറ്റ് വാല്യൂ ആസ് 237 ഫീറ്റ് പെർ സെക്കൻഡ്. ഫീറ്റ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഒന്ന് തനിയെ ചെയ്ത് നോക്കാം, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ബേഗൻ ഫാക്ടറി പ്രൊഡ്യൂസസ് 30
8x minus 2x square minus $2 worth of bagels for each x worker hours of labor. Find the marginal productivity when 5 worker hours are there. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേഗൽ ഫാക്ടറിയിലെ ബേഗൽസിൻ്റെ പ്രൊഡക്ഷനാണ് ഫോർ ഈച്ച് എക്സ് വർക്കർ hours. അപ്പോൾ എക്സ് വർക്കർ hours ഉള്ളപ്പം ഇത്രയും എന്താ പറയുക ബേഗൽസ്, ഇത്രയും ഡോളേഴ്സ് ബേഗൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ബേഗൽ ഫാക്ടറിക്ക് എന്നുള്ളത് തന്നിട്ടുള്ളത്. നമ്മളോട് കാണാൻ പറഞ്ഞത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി വെൻ ദ വർക്കർ hour is 5 എന്നുള്ളതാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 5 ആകുമ്പോഴുള്ള മാർജിനൽ പ്രൊഡക്ടിവിറ്റിയെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇഫ് യു ടേക്ക് ദിസ് ആസ് എഫ് ഓഫ് എക്സ്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനുള്ളത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5 ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ എന്താ ആക്ച്വലി വരിക, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. സോ 30x ഡെറിവേറ്റീവ് 30 വരും, മൈനസ് 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് -2 ഇൻറ്റു 2x വരും, അതായത് -4x വരും. -2 ഡെറിവേറ്റീവ് 0 ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 30 - 4x എന്ന് കിട്ടും. സോ എഫ് ഡാഷ് ഓഫ് എക്സ് അറ്റ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് 5 ആണ്, വിച്ച് വിൽ ബി 30 - 4 ഇൻറ്റു 5, അതായത് 30 - 20 വിച്ച് ഇസ് ഈക്വൽ ടു $10 പെർ വർക്കർ hour എന്നുള്ള പോലെ വരും. ഓക്കെ, സോ ഡോളേഴ്സ് പെർ വർക്കർ hours എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഇതായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ കാണാനുള്ളത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ കുറച്ച് ഡെഫിനിഷൻസ് പറയാനുണ്ട്. ഇപ്പോൾ കോസ്റ്റ്, റവന്യൂ, പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമ്മളോട് ചോദിക്കും. ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യുന്നത് സി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോസ്റ്റിനെ പറയാറുണ്ട്. ഓരോ സംഭവങ്ങൾ, ഓരോ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാനുള്ള കോസ്റ്റ് ഫംഗ്ഷനൊക്കെ തരിക സി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് അതിൻ്റെ റവന്യൂ ഫംഗ്ഷൻ, അതിൻ്റെ റവന്യൂ ഫംഗ്ഷനായിട്ട് ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യമൊക്കെയാണ് നമ്മൾ പറയുക റവന്യൂ ആയിട്ട്. ഓക്കെ, ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേബർ, സപ്ലൈസ് ഒക്കെ അതിനൊക്കെ ആവശ്യമായിട്ട്, അതായത് ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ് നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷനിൽ വരിക. റവന്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് റവന്യൂ എന്ന് പറയുക. അതായത് നമുക്കൊരു സെല്ലിംഗ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. അപ്പം ഇതാണ് റവന്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനത്തിനെയാണ് നമ്മൾ റവന്യൂ ഫംഗ്ഷൻ എന്ന് പറയുക. ഇത് ഉണ്ടാക്കാനുള്ള ചെലവ് ആൻഡ് ഇത് കിട്ടിയ വരുമാനം. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ പി ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെയാണ് പറയുക, ആർ ഓഫ് എക്സ്, റവന്യൂ ഫംഗ്ഷൻ മൈനസ് കോസ്റ്റ് ഫംഗ്ഷൻ അല്ലേ. നമുക്ക് ചിലവായതിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടിയ ലാഭമെങ്കിൽ, നമുക്ക് കിട്ടിയ വരുമാനമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുക. അപ്പോൾ പക്ഷേ കോസ്റ്റ് ഫംഗ്ഷൻ ആണ് കൂടുതൽ, അതായത് കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് കൂടുതൽ വരുന്നത്. നമുക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അല്ല ലോസ് ആണ് വരിക. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് നമുക്ക് ചിലവായത് നമ്മൾ കുറയ്ക്കുമ്പോഴാണ് അല്ലേ. സോ ആർ ഓഫ് എക്സ് മൈനസ് സി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റിനെ പറയാം. അപ്പോൾ ഇനി മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. കോസ്റ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റ് ആണെങ്കിൽ സി ഡാഷ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്, മാർജിനൽ റവന്യൂ ആണെങ്കിൽ ആർ ഡാഷ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്, പ്രോഫിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ആർ ഓഫ് എക്സ് മൈനസ് സി ഓഫ് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ദാറ്റ് ഇറ്റ് കോസ്റ്റ്സ് 30x plus 0.04x square divided by 1 plus 0.0003x cube dollars if x calculators are made where 0 less than x less than 100 and that calculators are priced at 100 minus 0.05x dollars. If all x calculators are sold, what is the marginal profit? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. സപ്പോസ് ദാറ്റ് ഇറ്റ് കോസ്റ്റ് 30x plus 0.04x square divided by 1 plus 0.0003x cube dollars if x calculators are made where 0 less than x less than 100 and that calculators are priced at 100 minus 0.05x dollars.
ഇഫ് ഓൾ ദ കാൽക്കുലേറ്റേഴ്സ് ആർ സോൾഡ് വാട്ട് ഇസ് ദ മാർജിനൽ പ്രോഫിറ്റ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് കോസ്റ്റ് ഫംഗ്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആൻഡ് ഒരു കാൽക്കുലേറ്ററിന് ഇതാണ് കോസ്റ്റ് എന്നുള്ള പോലെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് കാൽക്കുലേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ നമുക്ക് കിട്ടുന്ന വരുമാനം അല്ലേ. സോ എക്സ് ഇൻറ്റു ദിസ് തിങ് വിൽ ബി ആ റവന്യൂ ഫംഗ്ഷൻ. അപ്പോൾ കോസ്റ്റ് ഫംഗ്ഷനും റവന്യൂ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞത് മാർജിനൽ പ്രോഫിറ്റ് എന്താണെന്നുള്ളതാണ്. പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റും. എന്താണ്? ആർ ഓഫ് എക്സ് മൈനസ് സി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ മാർജിനൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡാഷ് ഓഫ് എക്സ്, അതായത് ഡി പി ബൈ ഡി എക്സ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതുണ്ട് ആൻഡ് സി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതുണ്ട്. അപ്പം ഡി പി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി ബൈ ഡി എക്സ് ഓഫ് ആർ ഓഫ് എക്സ് മൈനസ് സി ഓഫ് എക്സ് വരും. ഈ രണ്ട് ഫംഗ്ഷനും ഇവിടെ എഴുതുക, എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മൾ സം റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് ആർ ഓഫ് എക്സ് മൈനസ് സി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഡാഷ് ഓഫ് എക്സ് മൈനസ് സി ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ. സോ ആർ ഓഫ് എക്സ് ഇവിടെ ഉണ്ട്, സി ഓഫ് എക്സും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് കാണുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണുക. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഇതൊന്ന് തന്നെ ചെയ്ത് നോക്കിയിട്ട് ആൻസർ അയക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.